ഈ വണ്ടി കണ്ട ടൈമിൽ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചത്. ആ ഒരു ലുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ആ ഒരു ലുക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്, ആ ഒരു ഇരിപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാനി ബഷീർ ഉണ്ടോ, നമ്മുടെ ഹാനി ബഷീറിന്റെ വില്ലീസ് ചെറിയൊരു വർക്കിലായിരുന്നു. അത് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവന്റെ ഗാരേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. പിന്നെ നമ്മുടെ വീഡിയോയില് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ BMW അപ്ഡേഷൻ എന്തായി. BMW കുറിച്ചിട്ട് ഇപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. സംഭവം എന്താ സംഭവിച്ചു കഴിഞ്ഞാല് വണ്ടി തട്ടിയ വണ്ടിയാണല്ലോ. അപ്പൊ തട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോണറ്റിന്റെ ഇഞ്ചസ് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ 7 സീരീസിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് 24 വർക്കിംഗ് ഡേയ്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടി. നമുക്കിപ്പോൾ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ അതിന്റെ ഫിറ്റ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റിങ് കയറ്റണം. പക്ഷെ അടുത്ത മാസത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ വണ്ടി ഫുള്ള് പരിപാടി അയച്ചിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ പാർട്സ് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോ ഒന്നുമില്ല. ഇനിയിപ്പോ ജസ്റ്റ് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് പക്കാ ഫിറ്റ്മെന്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റിങ് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് ജസ്റ്റ് ഇന്ന് ഷോപ്പിൽ പോയിട്ട് അവന്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവന്റെ വണ്ടികളും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വില്ലീസ് ഒറിജിനൽ വില്ലീസാണ് കേട്ടോ, പർച്ചേസോ കാര്യങ്ങളൊന്നും അല്ല. അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ ഷോപ്പയുടെ ഉള്ളിൽ കയറി. ഇവിടെ കയറി വെക്കുമ്പോൾ ഇതേ നമ്മുടെ ബോച്ചന്റെ DC അവന്തി എടുക്കുന്നത്. അതുപോലെ ഇതേ ബോച്ചന്റെ ട്രക്കും എടുക്കുന്നു കേട്ടോ. ഏതാ മുതലല്ലേ? സാധനമാണ് F650. വേറെ ലെവല് രക്ഷയില്ല. ഞാൻ യൂട്ടൺ അടിച്ചിട്ട് ഞാൻ അവിടെ വന്നിട്ട് കാണിച്ചു തരാം. ഏതാ മുതലല്ലേ സംഭവം? എന്താ പറയാ, നമ്മുടെ താറിന്റെ 2 ഇരട്ടി ഉണ്ടാവും. ലോറിയുടെ വലുപ്പമുണ്ട് സാധനം. രക്ഷയില്ല കേട്ടോ, മുതൽ തന്നെ. പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മുടെ റോൾസ് റോയ്സ് എടുക്കുന്നുണ്ട് വേണ്ട. പിന്നെ ഇവിടെ അവന്റിങ് എടുക്കുന്നുണ്ട്. സംഭവം ഞാൻ ആലോചിക്കുന്നത് ഇതെങ്ങനെ ഇവിടെ കൊണ്ടു നടക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ എമ്മിയുടെ അതുപോലെ നിജീഷിന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് ടണ്ടർ കൊണ്ടുവന്നിട്ട് അതന്നെ അത്യാവശ്യം നീളവും അത്യാവശ്യം സൈസും ഉണ്ട്. അതന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പാട്. നമ്മളിവിടെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഭയങ്കര വിറ്റാണ് ആയിട്ട് പോയിട്ട്, അതുപോലെ മൂന്നാറ്, അതുപോലെ മറ്റേ കൊടൈക്കനാലൊക്കെ പോയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും സംഭവം ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ഇവര് എന്താ പറയാ കൊണ്ടു നടക്കണ്ടാവും. അത് ഞാൻ ആലോചിക്കുന്നത്. അത് സൈസ് ഉണ്ട്. അത് വയനാടൊക്കെ പോയിട്ട് ലൈക്ക് ചെറിയ വഴി കൂടെ ഒക്കെ എങ്ങനെയാണ് കൊണ്ടു നടന്നുണ്ടാവുക എന്ന് ആലോചിക്കണേ ഞാൻ. സംഭവം എന്തായാലും വേറെ ലെവൽ ഐറ്റം രക്ഷയില്ല മുതൽ തന്നെ. അപ്പൊ നമ്മൾ അവന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവന് ഓൾമോസ്റ്റ് ഇവിടെ 1 2 3 4 5 6 7 പാർക്കിംഗ് ഉണ്ട് അവനക്ക് ഇവിടെ. അപ്പൊ നമുക്ക് അവനെ അവിടെ ഉണ്ടോ നോക്കട്ടെ. അവനെ വിളിച്ചു നോക്കിയിട്ട് ഞാൻ വണ്ടികളും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മുടെ അക്കോഡ് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ അക്കോഡ് നമ്മൾ അതിനിടയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ല. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേണ്ട, നമ്മൾ ഈ ഒരു മീറ്റർ കൂടാതെ നമ്മൾ ഇവിടെയും മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നമ്മുടെ സിവിക്കിൽ കണ്ടിട്ടില്ലേ, ആ സെയിം മീറ്റർ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. വേണ്ട, ഇതിൽ ആക്ച്വലി ഇത് വന്നിട്ട് നമ്മുടെ RPM, ഇത് വന്നിട്ട് നമ്മുടെ ബാറ്ററിയും, പിന്നെ അടിയത്ത് വന്നിട്ട് ഹീറ്റുമാണ്. അപ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ CF സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഈ സ്വിഫ്റ്റ് അവൻ്റെ ആണ് കേട്ടോ. സ്വിഫ്റ്റ് നല്ല വീലൊക്കെ എടുത്ത് സ്റ്റോക്കിൽ തന്നെയാണ് കിടക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീപ്പ്. അവിടെ അവൻ്റെ 3 വണ്ടികൾ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവൻ്റെ 3ാമത്തെ വണ്ടി, EcoSport. പിന്നെ ഇതിന് മേലെ ഒരു റൂഫ് ബോക്സ് കയറ്റിയിട്ടുണ്ട്. വേറെ ഇപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല, സ്റ്റോക്കിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വില്ലീസ്, ഞാൻ പറഞ്ഞ വില്ലീസ് ഇതാണ് കിടക്കുന്നത്. ആക്ച്വലി ഒറിജിനൽ വില്ലീസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. പിന്നെ
ഫോർച്യൂണർ എടുക്കേണ്ടത്. നമ്മുടെ ഫോർച്യൂണർ എന്തെങ്കിലും വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ മുന്നേ വീഡിയോയിൽ കണ്ട പോലെയല്ല. അതിന് ശേഷം അവൻ ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി. ഇതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് നമ്മുടെ എന്താ പറയുക റോൾ ഗേജ് പോലെ സെറ്റ് ചെയ്തേക്കായിരുന്നു. ഫുള്ള് എന്താ പറയുക കമ്പിയോണ്ട് ഒരു ബമ്പർ പോലെ സെറ്റ് ചെയ്തിട്ട് അടിച്ചേക്കായിരുന്നു. അത് മാറ്റി. അതുപോലെ ഈ ഫെൻഡർ വൈഡായിരുന്നു, അത് മാറ്റി. പിന്നെ ബമ്പർ ഇതല്ലായിരുന്നു, ആ ബമ്പറും മാറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ലുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ആ ഒരു ലുക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്, ആ ഒരു ഇരിപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ സ്നോർക്കൽ ഉണ്ടായിരുന്നു, സ്നോർക്കൽ അയച്ചു. അത് മാത്രമാണ് ഇപ്പോൾ ഇതിൽ മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. വീലും കാര്യങ്ങൾ പിന്നെ ലിഫ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ട്. പിന്നെ വില്ലീസിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാനുണ്ട് നല്ല അല്ലേ. വില്ലീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അതിന് മുന്നേ അവൻ്റെ ഹിമാലയ, പുതിയ മോഡൽ ഹിമാലയ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു മുതൽ തന്നെയാണ്. ലൈക്ക് ബോക്സുകളൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഗാർഡ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അവൻ്റെ വാപ്പയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക വണ്ടി ഭ്രാന്തൻ. അവൻ്റെ ഉപ്പയാണ് ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത് ഈ വണ്ടിയിലെ വില്ലീസും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കത് ഇവിടെ ഉണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എടാ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭ്രാന്തിലേക്ക് എത്തിയത്? അതെ, ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ ഉപ്പാക്കാണ് കൂടുതൽ വണ്ടി ഭ്രാന്ത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ചെറുപ്പം മുതലേ അത് കണ്ടുവരുന്നതുകൊണ്ട് എനിക്കും ചെറുപ്പം മുതലേ ആ വണ്ടി ഭ്രാന്ത് തന്നെ കയറിയിട്ടുള്ളത്. ആ ഭ്രാന്ത് തന്നെ കിട്ടി. അതെ. പിന്നെ നമുക്ക് ഉപ്പ ഹിമാലയ അടിച്ചിട്ടുണ്ട് അല്ലേ? ലൈക്ക് ബൈക്കുമേ അത് ഓൾ ഇന്ത്യ? ഫോർച്യൂണറിലാണ് ഓൾ ഇന്ത്യ അടിച്ചിട്ടുള്ളത്. ഫോർച്യൂണർ ഓൾ ഇന്ത്യ, ഗോവ, പിന്നെ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോയിട്ടുണ്ട്. ഇതിപ്പോ എടുത്തതിന് ശേഷം പോയില്ലേ? ആ ഓക്കെ. ഇതല്ലാതെ വേറൊരു വണ്ടി ഓടിയില്ല എനിക്ക് ബൈക്ക് തന്നെ? പണ്ടത്തെ ഒരു 80 മോഡല് പഴയ ബുള്ളറ്റും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുമ്മ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഹിമാലയ കൊണ്ട്? എടുത്തതിന് ശേഷം ഈ ബോക്സുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. അതേപോലെ സീറ്റ് കുഷൻ, പിന്നെ ഈ ഫോൺ ഹോൾഡർ, ഈ ഗാർഡുകളൊക്കെ ചെയ്തതാണ്, എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഈ ലൈറ്റുകള്, ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻലി അതന്നെയാണ് ബൈക്കിൽ ചെയ്തിട്ടുള്ളത്. വേറെ പെർഫോമൻസ് വൈസോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ എടുത്തതിന് ശേഷം അപ്പൊ ദുബായിലാണ്. അപ്പൊ അത് വരുമ്പോഴാണ് അത് മോഡലുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ. ഈ ബൈക്കുമ്പോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തന്നെ. ആൾക്ക് ഓടിക്കാം, പക്ഷെ ഞാൻ ഓടിക്കാൻ അങ്ങനെയാണല്ലേ? എന്റെ വീട്ടിൽ തന്നെയാണ് അവസ്ഥ. ഉപ്പ ഒരിക്കലും ബൈക്ക് എടുത്തില്ല, വേറെ ഏത് വണ്ടി എടുത്താലും. അപ്പൊ ഫോർച്യൂണർ ഈ ഒരു ലുക്കിലേക്ക് ആക്കി, സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ആ അതന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് വ്യത്യാസം എന്ന് പറയാൻ തന്നെ ഉള്ളൂ. കാരണം ഈ ഒരു വീൽസും അതുപോലെ ആ ഒരു കാരിയർ മാത്രമേ സ്റ്റോക്കിൽ നിന്ന് വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് ഈ ഇപ്പൊ എടുക്കാറില്ല തോന്നുന്നു അല്ലേ? ഇതും എടുക്കൽ കുറവാണ്. ഞാൻ പിന്നെ ഇപ്പൊ റെക്കോർഡ് കിട്ടിയ കുറച്ചാളത് ഓടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക. ഇനി നമുക്ക് വില്ലീസിനെ കുറിച്ച് അറിയാം. വില്ലീസിനെ കുറിച്ചാണ് മെയിനായിട്ട് നമുക്ക് മെയിൻലി അറിയേണ്ടത്. അതിനെ കുറിച്ചിട്ടാണ്. വില്ലീസിന്റെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു വലിയ കഥയാണ്. ഞങ്ങളുടെ ഇടുക്കിയിലുള്ള ഒരു ഫാം ഹൗസിലേക്ക് പോണ വഴിക്ക് ഒരു വീട്ടിൽ കണ്ടതാണ് വണ്ടി. എന്നിട്ട് ഞങ്ങള് ജസ്റ്റ് വെറുതെ ഞാനും പപ്പയും കൂടി ഇറങ്ങി പോയി ചോദിച്ചു വണ്ടി വിൽക്കണുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പൊ ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു പറ്റില്ല, ആള് ഒരു റിട്ടേൺ കേണലായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു വണ്ടി വിൽക്കണില്ല, ആരും കൊടുക്കില്ലല്ലോ, കൊടുക്കില്ല. അന്നൊക്കെ ഇവിടെ ഫുൾ ഗ്രില്ല്, ഗ്ലാസ്സിലൊക്കെ ഫുൾ ഗ്രില്ല്, ശരിക്കും ഒരു ആർമി സ്പെക്ക് പോലെ ഒരു മാറ്റ് ഗ്രീൻ കളറിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറെ നിർബന്ധിച്ച് ആളെ അവസാനം കയറിപ്പോയി. ആളുടെ മോൻ വന്നു, നമ്പർ ഞാൻ മേടിക്കാം, എന്തായാലും വിൽക്കണില്ല, പക്ഷെ എന്തെങ്കിലും ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോ ഈ കേണലിന് എന്തോ സ്ട്രോക്ക് അങ്ങനെ എന്തോ വന്നിട്ട് ആൾ മരിച്ചുപോയി. അപ്പൊ അപ്പോഴാണ് ആളുടെ മോനെ ഞങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ട്, വണ്ടി നോക്കണമായിരിക്കും എനിക്ക് കൊടുക്കാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ തന്നെ ഞങ്ങൾ സ്പോട്ടിൽ പോയി വണ്ടി എടുക്കുക ചെയ്തത്. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് അന്ന് വണ്ടി എടുത്ത് വരുന്ന ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഫൈൻ കിട്ടിയിരുന്നു. ആ കളറിന് തന്നെ വണ്ടി എടുത്ത് വരുന്ന ടൈമിൽ മിലിറ്ററി കളർ, അത് പാടില്ല, ശരിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കളറിലോട്ട് മാറ്റിയത്. ഇതിന് മുന്നേ ഇതിനേക്കാളും കുറച്ച് ലൈറ്റ് കളറായിരുന്നു, ഇതിപ്പോ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. പെയിന്റും കാര്യങ്ങളൊക്കെ വണ്ടി ഫുള്ളൊന്ന് പെയിന്റ് അടിച്ചൊന്ന് ഫുള്ള് കിട്ടിയിട്ട്. പിന്നെ അതുപോലെ സീറ്റ് മാറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ അന്ന് ഉണ്ടായിരുന്നപ്പോ ഈ ഒരു സീറ്റ് അല്ലായിരുന്നു, വേറെ സീറ്റായിരുന്നു, ഇന്നോടെ സീറ്റായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ബോക്സ് ഒക്കെ വേറെ വെച്ചാന്ന് തോന്നുന്നു അല്ലേ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഈ പാർട്സ് കയ്യിൽ വരുന്നതാണ്. അതെ, റൈഫിൾ സ്റ്റാൻഡ് ഉണ്ട് ഇതില്, ഒക്കെ വരുന്നതാണ്. ഇത് മാത്രം നമ്മളിപ്പോ ചെയ്തതെന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ തന്നെയാണ്, കസ്റ്റം ചെയ്തതൊന്നല്ല. ഇതിപ്പോ നമ്മൾ പഞ്ചാബിൽ നിന്ന് വരുത്തിയിട്ട് ചെയ്തതാണ്. ഇപ്പുറത്തോട്ട് പോവാണെങ്കിൽ നമുക്ക് ഈ ലാമ്പ് പണ്ടത്തെ കാലത്ത് ഉള്ളൊരു ലാമ്പാണ്, ചെറിയ ലൈറ്റിംഗ് വരുന്നത്. ഇത് വർക്കിംഗ് അല്ലേ? എപ്പോഴും എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ ഒരു വിഞ്ച് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പ്രശ്നം കൂലി അത് അയച്ചു വെച്ചു. ഇതും വരുന്നതാണ്. നമുക്ക് ടൂൾ ബോക്സ് പോലെ
ഒക്കെ സ്റ്റിക്കറിംഗ് ഒക്കെ ബാക്കിയുണ്ട്, പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളൂ. ഇപ്പൊ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, 2 ദിവസം എല്ലാം ചെയ്യണം. പിന്നെ ഇത് ഇവിടെ ഉള്ള റോഡ്, ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള റോഡാണ്, ആക്സിന് വേണ്ടിയിട്ടുള്ള റോഡാണ്. ഓക്കെ. പിന്നെ ഇതൊരു വാട്ടർ ടാങ്ക് പോലെ, ഇതൊക്കെ നമ്മളിപ്പോ ഹാർഡാക്കി, അല്ലെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റിയിരുന്നു. പിന്നെ ഈ സൈഡ് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. സംഭവം ഒരു ഹരം തന്നെയാണ് ഈ വില്ലീസ്. ആക്ച്വലി ഈ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ എൻ്റെ ഉപ്പാക്ക് ഒരു വില്ലീസ് ഇട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തതെന്ന് സംഭവിച്ചാൽ ഉപ്പ വേറൊരു വണ്ടി പോയി നോക്കിയിട്ട് നോക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഇതുപോലെ ഒരു കാർഷെഡിൽ ഇങ്ങനെ വില്ലീസ് എടുക്കാണ്ട് ഉപ്പച്ചി എടുത്തു. ഇപ്പോഴൊന്നല്ല, കുറേ മുന്നേ, എത്രയോ കാലം മുന്നേ. ആ ഒരു ടൈമില് ഇക്കാ ഭ്രാന്ത് കയറിയതാ. ഇപ്പോഴും ഭ്രാന്തുണ്ട്. ഞാൻ ഈ വണ്ടി ഇവനെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ ടൈമിൽ, ഞാൻ ഈ വണ്ടി കണ്ട ടൈമിൽ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് കൊടുക്കുന്നുണ്ടോ ചോദിച്ചത്. പറഞ്ഞ കാര്യം ജന്മുണ്ടെങ്കിൽ ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇത് ഒറിജിനൽ വില്ലീസാണ്. ഇതിന് ഓപ്പൺ പേപ്പറും ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നോർമലി ഒരു കട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആവും. ഇതാകുമ്പോൾ ഒരു സീനുമില്ല, പക്ക സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പക്ക സ്റ്റോക്കാണിത്. പക്ഷെ ഇതൊരു വേറൊരു ഫീലാണ്. ഞങ്ങൾ തന്നെ ഇത് തൃശ്ശൂർ കൂടെ കൊണ്ടുനടക്കുമ്പോൾ, ഇപ്പോഴൊന്നല്ല, ഒരു വർഷം മുന്നേ ആ ഒരു പരിപാടിക്ക് നമ്മൾ ഇതായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു ഫീല് പണ്ട് തൊട്ടൊരു ഫീലാണ്. പിന്നെ കിട്ടിയതൊക്കെ ഒരു വർഷം മുന്നെയാണ്. ഇത് എപ്പോഴും ഒരു ഫേവറേറ്റ് തന്നെയായിരുന്നു. നമ്മളും സുനും എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കുന്ന ടൈമിൽ ഇതായിട്ട് എങ്ങനെ നടന്നായിരുന്നു. എന്തായാലും വേറെ ലെവലിടാ. നമുക്ക് നമ്മുടെ പഴയ ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ബുള്ളറ്റ്. ഇത് ഏതാ മോഡല്? ഇത് 82 മോഡലാ. 82. ഓക്കെ. പറഞ്ഞ പോലെ ഈ അടുത്ത് പെയിന്റിങ്ങും അതേപോലെ ഈ ക്രോം വർക്ക് ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചാളായിട്ടുള്ള ഇറക്കി. പക്ഷേ ഇതേ പറഞ്ഞ പോലെ അധികം യൂസ് ചെയ്യാറില്ല വണ്ടി. അതിൻ്റെതായിട്ട് ഒരു ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്പർ മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗിയർ വരുന്ന മോഡല്. അപ്പൊ ഈ ആമ്പൊക്കെ നോക്കിയിട്ട് വേണം കിക്കർ അടിക്കാൻ. കിക്കർ അടിച്ചതിന്റെ അല്ല, ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു എന്താ പറയാ അറിവ് വേണം ഇതിനെ കുറിച്ചിട്ട്. ബാക്ക് ടൈല് മാത്രല്ല, ടൈൽ പീസ് മാത്രം. ശരിയാ, ബാക്കിയൊക്കെ ഓക്കെ, പൊളി. എന്തായാലും ക്ലീൻ ആണ്. നമ്മള് നോർമലി കാണുന്ന പോലെ ഒരു പക ഒരു ഭ്രാന്തുള്ളതുകൊണ്ട് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും പക്ക ക്ലീൻ ആയിട്ട് തന്നെ എടുക്കും. സംഭവം എന്തായാലും വേറെ ലെവല്. അപ്പൊ അങ്ങനെ, അപ്പോൾ അവന്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടു, ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇതും ഒരു തരം ഭ്രാന്തനുണ്ട്. അതായത് ഈ ക്ലാസിക് വണ്ടികൾ നമ്മളിങ്ങനെ ഒരു ക്ലീനിൽ ഇങ്ങനെ കൊണ്ട് എന്താ പറയുക സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഫീലാണ്. പ്രത്യേകിച്ച് വില്ലീസ്. നമ്മുടെ എത്ര ഇഷ്ടമുള്ളൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വില്ലീസാണ്. കാരണം ഞാൻ ഫസ്റ്റ് കണ്ടു വളർന്നത് വില്ലീസാണ്. അപ്പോൾ അതിനോട് എനിക്ക് പ്രത്യേകതരം ഇഷ്ടമുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാം അല്ലേ. എന്തായാലും ഒറിജിനൽ വില്ലീസ് തന്നെ വേണം. ഞാൻ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആരത്തേലും വില്ലീസ് എടുക്കുന്നുണ്ട്, ഒറിജിനൽ വില്ലീസ് എടുക്കുന്നുണ്ട്, കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ എടുത്തിരിക്കും അല്ലേ. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു ഓഫ് റോഡ് അടിക്കണം. ഈ ഫോർച്യൂണറായിട്ട് വരണം. നമുക്ക് താറും കുറച്ച് വണ്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു ഓഫ് റോഡ് അടിക്കാം. അതിന്റെ വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മീറ്റ്. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വില്ലീസിന്റെ കാര്യം ഞാൻ തമാശ പറഞ്ഞല്ല. വില്ലീസ് ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് എടുക്കും. ഞാൻ നല്ലൊരു വണ്ടി ഒറിജിനൽ വില്ലീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. വണ്ടി നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ, അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീല് വില്ലീസിൽ ഇരുന്ന് പോവാന്ന് പറയുമ്പോൾ ആ ഫീല് വേറെ തന്നെ ഫീൽ തന്നെയാണ്. അപ്പൊ ഞാനത് അറിഞ്ഞോണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം. ഞാൻ ഇപ്പോഴൊന്നല്ല, കുറെ മുന്നേ എനിക്ക് ഈ ഭ്രാന്ത് തുടങ്ങുന്ന ആ ടൈമില് ഉണ്ട് എനിക്ക് ഈ വില്ലീസിനോടുള്ള ഭ്രാന്ത്. അന്നേ ഉപ്പാട് 2 വില്ലീസാണ് ഉണ്ട് ആ ഒരു ടൈമില്. ഫസ്റ്റ് ഒരു യെല്ലോ ഉണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു ഫ്രണ്ട്സ് ആയിട്ട് എന്തോ അങ്ങനെ അതാക്കിയിട്ട് എടുത്ത് ഫ്രണ്ട്സ് എല്ലാവരും ഷെയർ ഇട്ടിട്ട് അങ്ങനെ കുറെ മുന്നേ, എപ്പോഴും തന്നെ. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ആ ഭ്രാന്ത് കയറിയതാണ്. ഇൻഷാ അല്ലാഹ് എടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.